السلام عليكم ورحمة الله وبركاته. مرحبا من جديد إلى قناتنا. اليوم نتحدث كيف يتعرف على الناس أو الأشياء. നമ്മൾ എങ്ങനെയാണ് അറബി ഭാഷയിൽ ആളുകളെ അതല്ലെങ്കിൽ വസ്തുക്കളെയൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ള ബിഗിനർ സെഷനിലുള്ള ലെവൽ 1ലുള്ള ക്ലാസ്സിലേക്കാണ്. ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ട് ഗ്രീറ്റിങ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ള പോർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ആളുകളെ ചെറിയ രീതിയിൽ പരിചയപ്പെടുത്തുന്ന സഹോദരി അല്ലെങ്കിൽ ഉമ്മ, സഹോദരന്മാർ, ഇവരെയൊക്കെ എങ്ങനെ, ഫ്രണ്ടിനെയൊക്കെ എങ്ങനെ പരിചയപ്പെടുത്താം എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ അത് കേൾക്കാത്ത ആളുകളാണ് നിർബന്ധമായിട്ടും ആ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. നമുക്കിന്ന് നമ്മളെങ്ങനെയാണ് ഇമറാത്തി അറബിയിൽ ആളുകളെ പരിചയപ്പെടുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഹാദി മറിയം സാമി, ഇതെങ്ങനെയാണ് അറബികൾ പറയുന്നതെന്ന് കേട്ടു നോക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് വരും. ഹാദി മറിയം സാമി. അതെ, ഹാദി മറിയം സാമി, ദിസ് ഈസ് മറിയം സാമി, ഇത് മറിയം സാമി ആകുന്നു. ഹാദ സയ്യിദ് അലി, ഇവിടെ പെണ്ണായതുകൊണ്ടാണ് ഹാദി എന്ന് ഉപയോഗിച്ചത്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് അറബിക്കിൽ ഇവിടെ ഹാദിഹി എന്നുള്ള രീതിയിൽ നമ്മളെ ഹ ആയിരിക്കും ഉണ്ടാവുക, വട്ടത്തിലുള്ള ഹ ആണ് ഉണ്ടായിരിക്കുക. ഇവിടെ പെണ്ണായതുകൊണ്ടാണ് ഹാദി, അത് ഉച്ചാരണത്തിൽ അല്ലെങ്കിൽ ഇമറാത്തി ലഹ്ജയിൽ ഹാദി മറിയം സാമി ഇങ്ങനെയാണ് പറയുക. ഹാദ സയ്യിദ് അലി, ദിസ് ഈസ് മിസ്റ്റർ അലി. അതുപോലെ മറിയം കാത്തിബ, മറിയം കാത്തിബ, മറിയം ഈസ് എ റൈറ്റർ. ഖാലിദ് ഹല്ലാഖ്, ഖാലിദ് ഈസ് എ ബാർബർ. മുഹമ്മദ് ഫന്നാൻ, മുഹമ്മദ് ഈസ് എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ ഒരാളുകളുടെ പ്രൊഫഷനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ റൈറ്റർക്ക് കാത്തിബ എന്ന് പറയും, പെണ്ണായതുകൊണ്ട് കാത്തിബ എന്നാണ് പറയുക, ആണായിരുന്നെങ്കിൽ കാത്തിബ് എന്ന് പറയും. അതുപോലെ മുടി വെട്ടുന്ന ആൾക്ക് ഹല്ലാഖ്, ബാർബർക്ക് ഹല്ലാഖ്. ഫന്നാൻ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ്. ഹുവ മുസവ്വിർ, ഹീസ് എ ഫോട്ടോഗ്രാഫർ. അഹിയ സെക്രട്ടറിയ, ഷീ ഈസ് എ സെക്രട്ടറി. അത് നമ്മൾ അറബികൾ പറയുന്നതൊന്ന് കേട്ടു നോക്കാം. അഹിയ സെക്രട്ടീറ, هي سكرتيرة. هي സെക്രട്ടീറ. هي സെക്രട്ടീറ, ഹിയ സെക്രട്ടറിയ. അവിടെ അഹിയ എന്നൊന്നും ചിലപ്പോൾ കേൾക്കില്ല, അത് നമ്മൾ സ്റ്റാൻഡേർഡ് അറബിക്കിലാണ് അങ്ങനെ പറയാം. ലഹജയിൽ ഹിയ സെക്രട്ടീറ എന്നാണ് ഉപയോഗിക്കുക. അഹുവ ദുക്തൂർ അസ്നാൻ, ഹീസ് എ ഡെൻറ്റിസ്റ്റ്. അഹിയ ദുക്തൂറ, ഷീസ് എ ഡോക്ടർ. അഹിയ. അപ്പം ഇവിടെ നമ്മൾ പൊതുവെ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇസ്തിഫാമിൻ്റെ അലിഫ് കൊടുക്കാറുണ്ട്. പക്ഷേ ലഹ്ജയിൽ നമ്മൾ പൊതുവെ ആണ് എന്ന് പറയാൻ തന്നെ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആ അലിഫ് അങ്ങനെ കേൾക്കില്ല, പക്ഷെ ചെറിയ രീതിയിലൊന്ന് കേൾക്കുമ്പോൾ നമുക്കൊന്ന് ഒരു അറബി പറയുന്നൊന്ന് കേട്ടു നോക്കാം. ഹിയ ദുക്തൂറ, ഹിയ ദുക്തൂറ. أنا مبرمج كمبيوتر. I am a computer programmer. أنا رجل أعمال. I am a businessman. أنا سيدة أعمال. അത് പെണ്ണാവുമ്പോൾ ഞാനൊരു ബിസിനസ് വിമനാണ്. അന സയ്യിദത്ത് അമാൽ. അതുപോലെ ഐ എം നോട്ട് എ മെക്കാനിക്, ഇനി ഞാനല്ല എന്ന് പറയണം. അപ്പോൾ സൗദികളാണെങ്കിൽ മുഷ് എന്നുള്ള അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് മസ്രി ലഹജയിലൊക്കെ മുഷ് എന്ന് ഉപയോഗിക്കും. അതേ സ്ഥാനത്ത് ഇമറാത്തി ലഹജയിൽ മുബ് എന്നാണ് ഉപയോഗിക്കുക. അന മുബ് മെക്കാനിക്കി. നമുക്ക് അവർ പറയുന്നൊന്ന് കേട്ടു നോക്കാം. അന മുബ് മെക്കാനിക്കി. അതുപോലെ വി ആർ റൈറ്റേഴ്സ്, നഹ്നു കുത്താബ്. ഹും മുഹന്ദിസീൻ, ദേ ആർ എൻജിനീയേഴ്സ്. അപ്പോൾ ഓരോ വാക്കിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലുമായിട്ടൊക്കെ ഏതെങ്കിലും ബന്ധമുള്ള ആളുകളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു വാക്കെങ്കിലും നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് ബാക്കടിച്ച് കേട്ടിട്ടൊക്കെ അത് ആവർത്തിച്ച് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അൻത താലിബ്, യു ആർ എ സ്റ്റുഡൻറ്റ്. അൻതു തുല്ലാബ്. ഇവിടെ ലഹ്ജയിൽ അൻതും എന്ന് നമ്മൾ ഫുസ്ഹയിൽ പറയുന്ന പോലെ പറയില്ല. അതേ സ്ഥാനത്ത് അൻതു തുല്ലാബ് എന്നേ പറയുള്ളൂ. അപ്പോൾ നമ്മൾ അറബികൾ പറയുന്ന രീതിയിലൊന്നും നമുക്ക് കേട്ടു നോക്കാം. അൻതു തുല്ലാബ്. هذه تفاحة. هذه തുഫാഹ എന്ന് പറയില്ല, هذه തുഫാഹ എന്നേ പറയൂ. അതുപോലെ هذه تفاحة. هذه موز. هذه موزة.
ഹാദി മൂസ, ഹാസി മൂസ, മൂസ, മൂസ എന്ന് പറഞ്ഞാൽ ബനാന. ഹാദി ബുർത്തുഖാല, ഹാദി ബുർത്തുഖാല, ദിസ് ഈസ് എൻ ഓറഞ്ച്. ഹാദി ബുർത്തുഖാല. هذه برتقالة. നമ്മൾ സ്റ്റാൻഡേർഡ് അറബിയിൽ ഇവിടെ നിന്ന് ഈ അവസാനത്തിലുള്ള ഹ പൊതുവെ പറയാറില്ല. മൗസ്, ബുർത്തുഖാൽ എന്നേ പറയുള്ളൂ. ഹാദി, ഹാദ ബുർത്തുഖാലുൻ, അല്ലെങ്കിൽ ഹാദി, ഹാദ മൗസുൻ എന്നേ പറയാറുള്ളൂ. പക്ഷേ ലഹ്ജയിൽ കുറച്ചും കൂടെ ഹാദി ബുർത്തുഖാല, ഹാദി മൗസ എന്നുള്ള രീതിയിലാണ് പറയാം. ഇനി ഇത് ടൊമാറ്റോ അല്ല. ഹാദി മുബ്തമാത്ത, ഹാദി മുബ്തമാത്ത, ദിസ് ഈസ് നോട്ട് എ ടൊമാറ്റോ. ഹാദി മുബ്തമാത്ത, هذه مبطماطة. هذه مبطماطة. It's a telephone. هذا تلفون، هذا تلفون. هذا حصان. It's a horse. هذا مبطيارة. This is not an airplane. This is not an هذه airplane. مبطيارة. هذه مبطيارة. هذه مبطيارة. അപ്പം മുഅന്നസായിട്ട് ഉപയോഗിക്കുന്ന അവിടെ ഹാദിഹി എന്ന് കൃത്യമായിട്ട് പറയാതെ, സ്റ്റാൻഡേർഡ് അറബിക്കിൽ പറയുന്ന പോലെ പറയാതെ, ഹാദി, ഹാദി ആ ഒരു ഹാഇനെ ലോപിച്ചുകൊണ്ട് അവിടെ അതിന് പകരമാണ് ഇവിടെ എഴുത്തിലും അങ്ങനെ യാ ഇട്ടിട്ട് തന്നെ എഴുതുന്നത്. ഹാദി മുബ്തയ്യാറ, ഹാദി മുബ്തയ്യാറ എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഓരോ വസ്തുക്കൾ ഇങ്ങനെ ഇന്നതാണ് ഇത് ഇന്നതല്ല എന്നെങ്ങനെ പറയാം എന്നുള്ളത് പഠിച്ചു. അതുപോലെ ഓരോ ആളുകൾ അവരുടെ പ്രൊഫഷൻ വെച്ചിട്ട് എങ്ങനെ പരിചയപ്പെടാം എന്നുള്ളതുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് പുതിയ ബേസിക് ലെവലിൽ തന്നെ പ്രധാനപ്പെട്ട ബിഗിനർ ലെവലിലുള്ള കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ശുക്രൻ ജമീലൻ വ അഹ്സൻതും ബാറക്കല്ലാഹു ഫീക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.